ഒരു ഭാഗത്ത് ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നു. മറുഭാഗത്ത് അമേരിക്കയുടെ സർവ്വ ആയുധങ്ങളും പേർഷ്യൻ കടലിലേക്ക് നീക്കുന്നു. ഇറാന്റെ നിർണായക സമയം കവർന്നെടുത്ത് ശക്തമായ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക കടക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ അമേരിക്കയുടെ കുതന്ത്രങ്ങളിലെ മറ്റൊരു തന്ത്രമായും ഇതിനെ കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയത് ആണവ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ്. ട്രംപും കാംനെയും തമ്മിൽ ചർച്ചകൾ നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങളും ഒപ്പം പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മാജിദ് അക്ത BBC-ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സന്നദ്ധരാണ്, എന്നാൽ ഞങ്ങൾക്ക് മേലെയുള്ള ഉപരോധം പിൻവലിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാവണം എന്നാണ്. എന്നാൽ ഇവിടെ ഉപരോധം പിൻവലിച്ചുകൊണ്ടുള്ള ഒരു ശ്രമവും അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളോ പാശ്ചാത്യ ശക്തികളോ സന്നദ്ധമാകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിച്ചുകൊണ്ടുള്ള ചർച്ചകളും സാധ്യമാവുകയില്ല. നേരത്തെ ഒമാനിൽ നടന്ന ചർച്ചകൾ പോലും പ്രശ്നപരിഹാരത്തിലേക്കുള്ള വഴിയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുമില്ല. കാരണം ചർച്ച തുടരുമ്പോൾ തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക വ്യൂഹം പശ്ചിമേഷ്യയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഏത് നിമിഷവും ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന അഭ്യൂഹവും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനിടെ വലിയൊരു തമാശ പറഞ്ഞു. ഇറാൻ അവരുടെ മിസൈൽ പരിധി 300 കിലോമീറ്റർ ദൂരപരിധിയിലേക്കാക്കി ചുരുക്കണം എന്നായിരുന്നു അത്. എന്നാൽ ചർച്ചക്കുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാദം. അത് അവിടെ നിൽക്കട്ടെ. അതേസമയം ട്രംപ് പറയുന്നത് എക്കാലത്തെയും ഏറ്റവും വലിയ യുദ്ധമായിരിക്കും ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കാൻ പോവുക എന്നാണ്. അഥവാ ആക്രമണം ശക്തമായിരിക്കുമെന്നും അത് കുറേയധികം ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ നീണ്ടു നിൽക്കുന്നതായിരിക്കും എന്നുമൊക്കെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. യുദ്ധസമ്മർദ്ദം ശക്തമാക്കുന്നതിനായാണ് ട്രംപ് പടക്കപ്പലുകളടക്കം വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് വിശദീകരണം. അതിനിടെ നെതന്യാഹുവും ട്രംപും തമ്മിൽ സംഭാഷണവും നടത്തി. റസ പഹ്ലവിക്ക് കാംനെയിൽ നിന്നും രാജ്യാധികാരം തിരികെ കൊടുക്കുന്ന പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇറാൻ ആവട്ടെ ശത്രുവിന്റെ നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് സർവ്വ സന്നാഹങ്ങളും നടത്തുകയും ചെയ്യുന്നു. റഷ്യ, ചൈന തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും വലിയ തോതിലാണ് ആയുധങ്ങൾ ഇറാൻ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റിപ്പോർട്ട് പ്രകാരം ചൈന അവരുടെ എല്ലാത്തരം ആയുധങ്ങളും ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്നത്. അതിൽ പ്രതിരോധ സംവിധാനങ്ങൾ, അറ്റാക്കിംഗ് ഫോർമുലകൾക്കുള്ള ആയുധങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചൈന അവരുടെ ആയുധങ്ങൾ യുദ്ധമുഖത്ത് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ആസന്നമായ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ചൈനക്ക് അവരുടെ ആയുധങ്ങൾ പ്രയോഗിക്കുവാനുള്ള അവസരം തുറക്കുന്നതോടെ അമേരിക്കൻ മാതൃകയിൽ ചൈനീസ് ആയുധങ്ങളുടെ വിൽപ്പന കൂടി നടക്കും എന്നതിനാൽ ചൈന വലിയ തോതിനാണ് ഇറാന് ആയുധങ്ങൾ നൽകുന്നത്. ഒരേ സമയം ഇറാനെ സഹായിക്കുകയും തങ്ങളുടെ ആയുധങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന മാർക്കറ്റിംഗ് തന്ത്രം കൂടി ചൈന ഇവിടെ പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇറാന് ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്കെതിരെ 25% സ്പെഷ്യൽ തീരുവ ചുമത്തും എന്ന മുന്നറിയിപ്പാണ് അമേരിക്ക ഇപ്പോൾ മുഴക്കുന്നത്. ഇത് ചൈനയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നതും വ്യക്തമാണ്. അതേസമയം റഷ്യയുടെ ഇടപെടലും സജീവമാണ്. വലിയ തോതിൽ റഷ്യയിൽ നിന്നും ആയുധങ്ങൾ ഇറാനിലേക്ക് ഒഴുകുകയാണ്. ആക്രമണമുണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സാരമായിട്ട് തന്നെ ബാധിക്കും എന്ന് ഉറപ്പാണ്. ഖത്തർ, ബഹ്റൈൻ, UAE, ജോർദാൻ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങളിലെ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ ഇറാൻ ലക്ഷ്യം വെക്കുകയാകും ചെയ്യുക. അങ്ങനെ വന്നാൽ അറബ് രാജ്യങ്ങളെ കൂടി ഈ യുദ്ധം സാരമായി ബാധിച്ചേക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.